പരാതിക്കാരൻ എന്ത് ചെയ്തു? എന്നെ സമീപിക്കുകയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തരികയും എന്നോടൊരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു വാക്ക് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ എത്തിയായിരിക്കല്ലേ. പോലീസിനെ കൊണ്ട് സാധിക്കാത്തത് താങ്കളുടെ ചാനലിൽ കൂടി ചെയ്ത വീഡിയോ കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി കാണും. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അവരുടെ വക്കീൽ തരുമെന്ന് ഉറപ്പ് തന്നു. അപ്പോൾ അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ച് വണ്ടി പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള അപേക്ഷ തൽക്കാലം കൊടുക്കുന്നില്ല. ഒരിക്കൽ കൂടി നന്ദി. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഇവിടെ പരാതിക്കാരന് നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇതിന് ശേഷം ഈ പറഞ്ഞ പരാതിക്കാരൻ എനിക്കൊരു വോയിസ് മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചതിക്കരുത് പ്ലീസ്. PCP ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? PCPയുടെ സ്വന്തം ആളാണ് ശിവശങ്കരൻ. അത് മാത്രല്ല, ഇന്ന് തന്നെ അവര് തരാനില്ല ബാക്കി പൈസ തന്നിട്ട് കേസ് പിന്നെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ആ കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷന്റെ മുമ്പാകെ അവര് പൈസ തന്നിട്ട് ആ കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം നോൺ വെയിലബിൾ വാറണ്ട് കൊടുത്തിട്ട് പോലീസ് അനങ്ങാത്തത് താങ്കളെ ചാനലിൽ കൂടെ ഇല്ല, ആ വീഡിയോയുടെ ഒറ്റ വീഡിയോയിലൂടെ അത് വളരെ ഉപകാരമുണ്ട്. അങ്ങനെ എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ശ്രീവിദ്യ മുല്ലശ്ശേരിക്കെതിരെ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച കാര്യം എല്ലാവർക്കും അറിയാലോ. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. എന്താണ് കാര്യം? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി ഒരു ഉഡായിപ്പ് ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുകയും നീ വിശ്വസിക്കണ്ട. അവരങ്ങനെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാക്ക് വിശ്വസിച്ച് അവരുടെ ഒരു സബ്സ്ക്രൈബർ ആ ട്രേഡിംഗ് ആപ്പിൽ 1,03,000 രൂപ നിക്ഷേപിക്കുകയും അവർക്ക് ആ പണം നഷ്ടപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ ഏമാനം നിറഞ്ഞത് അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ശരി, ഈ പരാതിക്കാരന് നഷ്ടപ്പെട്ട 1,03,000 രൂപ തിരിച്ചു നൽകണം. അതുകൂടാതെ നഷ്ടപരിഹാര തുകയായിട്ട് 50,000 രൂപ എക്സ്ട്രായും നൽകണം. മൊത്തത്തിൽ 1,53,000 രൂപ എന്താക്കണം ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി പരാതിക്കാരന് കൊടുക്കണം. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു. വീണ്ടും വിചാരണക്ക് പോകണമെന്നായിരുന്നു ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ അപ്പീൽ. പക്ഷെ ആ അപ്പീൽ കോടതി നിരസിക്കുകയായിരുന്നു. എന്തായാലും ഇതിനെല്ലാം പിന്നാലെ കോടതി നിശ്ചയിച്ച കാലയളവിനുള്ളിൽ ഈ പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരി പരാതിക്കാരന് പണം നൽകിയില്ല. അതോടെ എന്ത് സംഭവിച്ചു? കാര്യങ്ങൾ അറസ്റ്റ് വാറന്റിലേക്ക് നീങ്ങി. അങ്ങനെ ശ്രീവിദ്യ മുല്ലശ്ശേരി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ നമ്മുടെ തറവാടിന്റെ അന്തസ്സെന്താ വലിയേട്ടാ. പൂർണ്ണ സംതൃപ്തിയോടെ ആ കേസ് ക്ലോസ് ആയതായിട്ട് ബ്രോനെ അറിയിക്കുവാണ്. അപ്പൊ ഒരിക്കൽ കൂടി വളരെ നന്ദി. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ എന്തിനാ വെറുതെ ഇവിടെ കയറി വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോ പോലെ. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഈ ഒരു കാര്യത്തിന്. കാരണം ഇത്രയും കാലം നോൺ വെയിലബിൾ വാറണ്ട് കൊടുത്തിട്ട് പോലീസ് അനങ്ങാത്തത് താങ്കളെ ചാനലിൽ കൂടെ ഇല്ല, ആ വീഡിയോയുടെ ഒറ്റ വീഡിയോയിലൂടെ അത് വളരെ ഉപകാരമുണ്ട്. അങ്ങനെ ചെയ്തതിന്